അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ നമ്മളിലൂടെ കടന്നു പോകുകയാണ് അല്ലേ? ഈ ഒരു റമദാനിൽ നമ്മൾ കുറേ പേര് പല പല പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്, ഓരോ ആവശ്യങ്ങളാണ്. ഈ ഒരു റമദാനിന്റെ ബർക്കത്തോടെ നമുക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ദുആയ്ക്ക് ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു രാത്രിയും പകലുമാണ് ഈ നമ്മളിലൂടെ ഈ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരും അറിയുന്നില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നില്ല. അറിയും, പക്ഷെ അതിനോട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. റമദാൻ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ദിക്റുകൾ ചെല്ലാനും ഖുർആൻ ഓതാനും നമസ്കരിക്കാനും ഒക്കെ. ഇപ്പൊ അങ്ങോട്ട് വരുന്നതോറും അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. എന്തിന്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്? മറ്റാർക്കെങ്കിലും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബർക്കത്തുണ്ടാകാനും സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്, ഇല്ലേ? പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ മുടക്കുന്നത്? മുടക്കി കളഞ്ഞിട്ട് എന്തു കിട്ടാനാണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകണമെങ്കിൽ ഈ റമദാൻ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദിക്റുകൾ ചൊല്ലിയും ഖുർആൻ ഓതിയും നമസ്കരിച്ചുമൊക്കെ നമ്മൾ നോമ്പ് നോക്കിയൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലും ഇഹലോകത്തും പരലോകത്തും നമ്മൾ ഒരുപോലെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ദുആ ഏറ്റവും എളുപ്പത്തിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് തഹജ്ജുദ് നമസ്കാരം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് നമസ്കാരം ആദ്യമൊക്കെ കുറച്ച് ഉറക്കത്തിന് പ്രശ്നമുണ്ടാകും, അല്ലേ? പക്ഷെ നമുക്കത് പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഇപ്പോൾ ആണെങ്കിൽ അതിന്റെ പ്രശ്നമില്ല. ഈ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും അത്താഴത്തിന് എണീക്കുന്നവരാണ്. കുറച്ച് നേരത്തെ എണീക്കുക. എന്നിട്ട് ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം തഹജ്ജുദ് നമസ്കരിക്കുക. എന്നിട്ട് സുബ്ഹി നമസ്കരിക്കുക. അങ്ങനെ നമ്മൾ ശീലമാക്കുക. റമദാൻ കഴിഞ്ഞാൽ പോലും ഈ തഹജ്ജുദ് നമസ്കാരം മുടക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് മഹത്വമുള്ള ഒരു നമസ്കാരമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരുന്ന ഒരു നമസ്കാരമാണ് ഈ തഹജ്ജുദ് നമസ്കാരം. ഈ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയ ഒരു സമയമാണ്. കാരണം നമ്മുടെ കൂടെ കിടക്കുന്നവരും നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാവരും ഉറങ്ങുന്ന ഒരു നിശബ്ദമായ ഒരു സമയമാണ് ഈ തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുമ്പോൾ അല്ലാഹു അത് കേൾക്കാതിരിക്കില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയം നമ്മൾ മാത്രം അല്ലാഹുവിന് വേണ്ടി സ്തുതിക്കുന്നു, അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ട് കളയുകയില്ല. നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അല്ലാഹു തആല നമ്മളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ തഹജ്ജുദ് നമസ്കാരം ആരും പാഴാക്കാൻ പാടില്ല. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. ഈ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ദുആ, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും സ്വീകരിച്ചിരിക്കും. അത് ഉറപ്പാണ്, 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചിലവര് പറയും, എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല, ഞാൻ പിന്നെ തഹജ്ജുദ് നമസ്കരിക്കും. നമസ്കരിക്കണം. പ്രശ്നങ്ങൾക്ക് മാത്രമുള്ള നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തഹജ്ജുദ്? ഇല്ല. മുസ്ലിമായ എല്ലാവർക്കും നമസ്കരിക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് തഹജ്ജുദ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, തവക്കൽത്ത് ചെയ്യാം. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു നിസ്കാരം എന്നും പറഞ്ഞ് ഒരു നിസ്കാരവും ഇറക്കിയിട്ടില്ല. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെ നമസ്കരിക്കാൻ കഴിയുന്ന നിസ്കാരങ്ങളാണ്. അങ്ങനെയൊക്കെ നമസ്കരിക്കുന്നവരാണെങ്കിൽ, തഹജ്ജുദ് മുടങ്ങാതെ നമസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുഗ്രഹിച്ചവനാണ്. ഈ ലോകത്ത് അവൻ വിജയിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ നോട്ടം അവനിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം അവൻ അള്ളാഹുവിന് വേണ്ടി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുകയാണ്. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അവൻ അള്ളാഹുവിന്റെ നോട്ടം ഏൽപ്പിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിന്റെ ആവശ്യങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ് എല്ലാം. അത് മാത്രമല്ല, 1000 പ്രാവശ്യം ചെല്ലാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ ചൊല്ലുക. 1000 തവണ ചൊല്ലുക. ഹൃദയം വേദനിച്ചുകൊണ്ട് ഒരാൾ ഇതിന് 3 പ്രാവശ്യം ഓതുകയാണ് എങ്കിൽ പോലും അള്ളാഹു അവന്റെ ആവശ്യം അവനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അന്നേരം 1000 പ്രാവശ്യം ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട്
ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. എപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ദിക്ർ, ഈ ദിക്ർ ചെല്ലിയതിനു ശേഷം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. എന്നിട്ട് വേറൊരു മാർഗ്ഗമാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ഈ ഒരു ദിക്ർ. ഇതും ഒരു 1000 പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം നമ്മുടെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ കൊണ്ട് തന്നെ 1000 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലുക. അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ദിക്ർ ചൊല്ലുക. ഇത് രണ്ടും ചെല്ലാൻ കഴിയുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ട് നമ്മളെല്ലാവരും തഹജ്ജുദ് നമസ്കാരം നിലനിർത്തുക, എന്നും മുടങ്ങാതെ നമസ്കരിക്കുക. സ്ത്രീകൾക്ക് അങ്ങനെ നമസ്കരിക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നമസ്കരിക്കുക, മുടങ്ങാതെ നമസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഹജ്ജുദ് നമസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.